നമസ്കാരം, എൻ്റെ പേര് എൽദോസ്. ജോലി കൊണ്ട് ഞാനൊരു IT എഞ്ചിനീയറും മനസ്സുകൊണ്ടൊരു കർഷകനുമാണ്. കൃഷിയെ ഒത്തിരി സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. എൻ്റെ പറമ്പിലെ ജോലികൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ, സമയം അനുവദിക്കുന്ന പോലെ, ആരോഗ്യം അനുവദിക്കുന്ന പോലെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പരമാവധി. കഴിഞ്ഞ വർഷം വീട്ടിലെ പറമ്പിൽ പുല്ല് വെട്ടാനായിട്ട് ഹോണ്ടയുടെ 4 സ്ട്രോക്ക് ബ്രഷ് കട്ടർ ഒരെണ്ണം വാങ്ങി. ഏകദേശം 23,000 രൂപയോളം അതിന് സ്പെൻഡ് ചെയ്തു. അത് വെച്ച് ഞാൻ ഏകദേശം ഒരു 10 മണിക്കൂറിൽ താഴെ പുല്ല് വെട്ടി. നല്ലൊരു മെഷീനാണത്, നന്നായിട്ട് പുല്ല് വെട്ടാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ 10 മണിക്കൂർ താഴെ പുല്ല് വെട്ടിയ ശേഷം ഈ പുല്ല് വെട്ടുമ്പോൾ ഉള്ള പൊടിയും ഈ മെഷീൻ്റെ പുകയും അടിച്ചിട്ട് എൻ്റെ പേഴ്സണൽ ഇഷ്യൂ ആണ്. എനിക്ക് ബ്രീത്തിങ് ട്രബിൾ, അതായത് ശ്വാസം മുട്ട് വന്നു. അപ്പോൾ അതിനുശേഷം ആ ഒരു ടൂൾ ഉപയോഗിക്കാനായിട്ട്, മെഷീൻ ഉപയോഗിക്കാനായിട്ട് വീട്ടുകാർ എന്നെ സമ്മതിച്ചില്ല. പിന്നെ പുറത്തുനിന്ന് ആളെ വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷം പുല്ല് വെട്ടിയത് വീട്ടിലെ പറമ്പിലെ. അപ്പോൾ അതിനുശേഷം ഈ മെഷീൻ ഉപയോഗിക്കാതെ പുല്ല് വെട്ടാനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയുണ്ട് എന്ന് ഞാനിങ്ങനെ തിരഞ്ഞുകൊണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ സൈത്ത് എന്ന് പറഞ്ഞ ടൂള് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അതേക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ആദ്യം ഇന്ത്യയിൽ അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ അത് എനിക്കൊരു വെബ് പേജ് കണ്ടുകിട്ടി. വികാൽപ്പ് എന്നാണ് വെബ് പേജിൻ്റെ പേര്. അപ്പോൾ അവരുടെ സൈറ്റിൽ ആദ്യം ഞാൻ പോയി നോക്കുമ്പോൾ അതിൻ്റെ വില അല്പം കൂടുതലാണ്, ഈ സൈറ്റിൻ്റെ വില കൂടുതലാണ് എന്നൊരു ധാരണയുടെ പുറത്ത് ഞാനത് ഒഴിവാക്കിയിട്ട് മറ്റു വീഡിയോസിൽ, കേരളത്തിൽ നിന്നുള്ള വീഡിയോസുകളിൽ പലതിലും ടൂളുകൾ ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പുല്ല് വെട്ടാനുള്ള. അപ്പോൾ അതിൻ്റെ അവർ പറഞ്ഞ ഫീഡ്ബാക്കിൻ്റെ അല്ലെങ്കിൽ റിവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ ടൂളുകൾ ഓർഡർ ചെയ്തു. അങ്ങനെ 2-3 ടൂൾ ഓർഡർ ചെയ്തു. അത് വന്നപ്പോൾ ആണ് മനസ്സിലായത് പുല്ല് വെട്ടാൻ പറ്റുന്നുണ്ട്, പക്ഷേ അത് ഭയങ്കര ആയാസമാണ് വെട്ടാനായിട്ട്. അതിന് ശേഷം ഞാൻ പിന്നെയും സൈറ്റ് അന്വേഷിച്ച്, അങ്ങനെ വില കുറഞ്ഞൊരു സൈറ്റ് ഒരു വെബ് പേജിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ഓർഡർ ചെയ്തു. അത് കിട്ടിയപ്പോഴാണ് മനസ്സിലായത് അത് ഫേക്ക് ടൂളാണ്. അത് എന്ന് വെച്ചാൽ അത് പ്രോപ്പറായിട്ട് അതിൻ്റെ ആംഗിളും കാര്യങ്ങളൊന്നും ശരിയല്ല. അത് വെച്ച് പുല്ല് വെട്ടാൻ ഒട്ടും സാധിക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പൈസയൊക്കെ നഷ്ടപ്പെട്ട് ശേഷം പിന്നെ തീരുമാനിച്ചു, ആദ്യം കണ്ട വികാൽപ്പിൻ്റെ വെബ് പേജിൽ പോയി ഒരെണ്ണം ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അവരുടെ സൈറ്റിൽ നിന്ന് പ്രീമിയം കിറ്റ് ഒരെണ്ണം ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ അത് കിട്ടി ഉപയോഗിച്ച ശേഷം എനിക്ക് ബോധ്യപ്പെട്ടു ഇത് പുല്ല് വെട്ടാൻ നല്ലൊരു ടൂളാണ്. ആയാസരഹിതമായിട്ട് പുല്ല് വെട്ടാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് ഇത് കർഷക സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തണമെന്ന തീരുമാനത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നത്. ഈ ടൂള് പണം കൊടുത്ത് വികാൽപ്പ് എന്ന വെബ് പേജിൽ നിന്ന് ഓർഡർ ചെയ്ത് മാത്രമാണ് എനിക്ക് ആ വെബ് പേജുമായിട്ടുള്ള ബന്ധം. എനിക്ക് അവരുമായിട്ട് വേറെ ഡീലിങ്സ് ഒന്നുമില്ല. അപ്പോൾ അത് നല്ലൊരു ടൂളായതുകൊണ്ട് എനിക്ക് പണം വേറെ പല വഴിക്കും നഷ്ടപ്പെട്ടതുകൊണ്ടും ഞങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് അത് പ്രോപ്പറായിട്ട് കിട്ടുന്നൊരു സ്ഥലം കാണിച്ചു തരാനും ആ ടൂള് പരിചയപ്പെടുത്തുവാനുമാണ് ഞാൻ ശ്രമിക്കുന്നത്. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഈ ടൂള് ഒരിക്കലും മെക്കനൈസ്ഡ് ടൂൾസിന്, അതായത് ബ്രഷ് കട്ടർ, ട്രാക്ടർ അതുപോലുള്ള ടൂളുകൾക്ക് റീപ്ലേസ്മെൻ്റ് അല്ല ഒരിക്കലും. നമ്മുടെ ഇടയിൽ ഇപ്പോഴും പശുവിന് പുല്ല് വെട്ടാനാണെങ്കിലും നെല്ല് കൊയ്തെടുക്കാനാണെങ്കിലും കൈകൊണ്ട് ചെയ്യുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട് ഇതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവരുടെ ജോലി ആയാസരഹിതമായിട്ട് ചെയ്യാനായിട്ട് ഈ ടൂള് വളരെ സഹായകരമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഈ ടൂള് വാങ്ങണമെന്നുള്ളവർക്ക്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ളവർക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം. കണ്ടിട്ട് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ, ടൂളിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഞാൻ സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവല്ല. അപ്പോൾ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഒരുപക്ഷെ ഞാനത് കാണാതിരിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ റിപ്ലൈ കിട്ടാൻ വൈകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സംശയങ്ങളുള്ളവർ നേരിട്ട് ഫോണിൽ വിളിച്ചോളൂ, നമുക്ക് സംസാരിക്കാം. എന്നെക്കൊണ്ട് പറ്റുന്നതുപോലെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. സൈറ്റ് എന്ന് പറയുന്ന ടൂള് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ആയുധങ്ങളെ
വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. അതിൻ്റെ ഉപയോഗ രീതി, അതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന മേജറായിട്ടുള്ളൊരു മെയിൻ്റനൻസ് എന്ന് പറയുന്നത് പീനിങ് ആണ്. പീനിങ് പ്രോസസ്സിലൂടെയാണ് സൈറ്റിൻ്റെ മൂർച്ചയുള്ള ഭാഗത്ത് ഇരുമ്പിൻ്റെ തിക്നെസ് കുറച്ച് കൊണ്ടുവരുന്നത്. അത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, പുറത്ത് കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ബ്ലേഡ് പീൻ ചെയ്തെടുക്കാനായിട്ട് സാധാരണ ഒരാൾക്ക് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് വർക്ക് ചെയ്യേണ്ടി വരും. അതാണ് പീനിങ് പ്രോസസ്സിൻ്റെ ഒരു ഏകദേശ രൂപം. അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് അവൈലബിൾ ആണ്, കണ്ടു നോക്കുക. പിന്നെ ഇത് ഷാർപ്പൺ ചെയ്യുന്നത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ്, കല്ലുകൾ ഉപയോഗിച്ചിട്ട്. അത് കല്ല് പിടിക്കേണ്ട രീതിയും മൂവ് ചെയ്യേണ്ട രീതികളെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അത് നോക്കി കണ്ട് പഠിക്കാൻ ശ്രമിക്കുക ഇത് ഉപയോഗിക്കുന്നവർ. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ സൈത്ത് പുല്ല് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മളതിനകത്ത് കൊടുക്കുന്ന ഫോഴ്സ് കൊണ്ടല്ല ഒരിക്കലും, അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ വ്യത്യസ്തത കൊണ്ടാണ്. അതായത് പുല്ല് വെട്ടുകയല്ല, അരിഞ്ഞെടുക്കുക എന്ന് പറയും. അപ്പോൾ നമ്മൾ ആ സൈത്ത് ഉപയോഗിച്ചിട്ട് സാധാരണ അരിവാൾ വാക്കത്തി ഉപയോഗിക്കുന്ന പോലെ പുല്ല് വെട്ടാനോ അല്ലെങ്കിൽ കുറ്റി വെട്ടാനോ ശ്രമിച്ചാൽ അത് നടുവേദനയ്ക്ക് കാരണമാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി വീഡിയോസ് ഉണ്ട്, അത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന ട്രെയിനിങ് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. കണ്ടു നോക്കിയിട്ട് അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് വ്യത്യസ്തമാണ് അത്, പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നോക്കി കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഫുള്ള് കാണുക. ഞാൻ ഈ ടൂളിൻ്റെ പാർട്സും അതിൻ്റെ വിലയും പറയാൻ ശ്രമിക്കാം. ആദ്യം പറഞ്ഞ പോലെ കണ്ടിട്ട് സംശയങ്ങളുള്ളവർ വിളിച്ചോളുക ഫോണിൽ. ഇതാണ് ഞാൻ പുല്ലുവെട്ടാൻ ഉപയോഗിച്ച സൈറ്റ്. പുല്ലുവെട്ടാൻ ഉപയോഗിച്ച ബുഷ് ബ്ലേഡാണ് ഇപ്പോൾ സ്നാത്തിൽ പിടിപ്പിച്ച് വെച്ചേക്കണേ, കണക്ട് ചെയ്ത് വെച്ചേക്കണേ. സ്നാത്ത് എന്ന് പറഞ്ഞാൽ ഇത് ബ്ലേഡ് കണക്ട് ചെയ്ത് വെച്ചേക്കണ വുഡിൻ്റെ റോഡ്, തടി കഷ്ണത്തിനാണ് പറയുന്നത് സ്നാത്ത് എന്ന്. അത് 2 പീസായിട്ടാണ് വരുന്നത്, ട്രാൻസ്പോർട്ടേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്നിട്ടത് 3 നട്ടും ബോൾട്ടും ഇട്ടിട്ട് ഒരു അലുമിനിയത്തിൻ്റെ ഫ്രെയിമിൽ വെച്ചിട്ടാണ് അത് യോജിപ്പിക്കുന്നത്, 2 പീസുകൾ തമ്മിൽ. ഓക്കെ, അപ്പോൾ അതിലൊരു പീസിൻ്റെ ഒരു നട്ടും ബോൾട്ടും വരുന്നത് നമ്മൾ പിടിക്കാനുള്ള ഹാൻഡിലിൻ്റെ അടിയിലുള്ള നട്ടും ബോൾട്ടുമാണ്. വേറെ 2 സെപ്പറേറ്റ് നട്ടും ബോൾട്ടും കൂടെ ഇട്ടിട്ട് ഫ്രെയിമിൽ അതങ്ങ് ഉറപ്പിക്കുകയാണ് ചെയ്യണത്. ഇതാണ് ബ്ലേഡ് പിടിപ്പിക്കുന്ന സ്ഥലം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ഈ ബ്ലേഡ് നമുക്ക് മാറ്റി ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇതിന് വേണ്ട പാർട്സും അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ശ്രമിക്കാം. ഓക്കെ, ഇതാണ് വുഡൻ സ്നാത്തിൻ്റെ ഹാൻഡിലാണ് കാണുന്നത്. അവിടെ നമ്മൾ കൈ പിടിച്ചിട്ട് ഇത് മൂവ് ചെയ്യുന്നത്, റൈറ്റ് ഹാൻഡ് പിടിക്കുന്ന ഹാൻഡിലാണിത്. പിന്നെ 2 നട്ടും ബോൾട്ടും ഹാൻഡിലിൻ്റെ അടിയിലുള്ള നട്ടും ബോൾട്ടും കൊണ്ട് ചേർത്തിട്ട് നമ്മൾ ഈ അലുമിനിയം ഫ്രെയിമിൽ വെച്ചിട്ടാണ് 2 പീസായിട്ട് വരുന്ന സ്നാത്ത് യോജിപ്പിച്ച് വയ്ക്കുന്നത്. ഓക്കെ, അതിൻ്റെ എൻഡിലേക്ക് വന്നാൽ നമുക്കൊരു ഡീറിങ് ഉണ്ട്. ഡീറിങ്ങിൽ 2 അലൻകി വെച്ചിട്ട് ടൈറ്റ് ചെയ്യാവുന്ന സ്ക്രൂസ് ഉണ്ട്. ആ സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ടാണ് ബ്ലേഡ് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ സ്നാത്തിൻ്റെ എൻഡിൽ ഒരു പീസ് മെറ്റലും കൂടെ ഉണ്ട്. ഈ മെറ്റൽ പീസ് സ്നാത്ത് സേവർ എന്ന് പറയുന്നത്, അതിനകത്തൊരു ഹോളുണ്ട്. ആ ഹോളിലേക്ക് ബ്ലേഡിൻ്റെ ഒരു നിബ്ബുണ്ട്. ആ നിബ്ബ് ഇറക്കി വെച്ചിട്ട് ഡീറിങ് കയറ്റിയിട്ടത് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലേഡ് മൂവ് ചെയ്യാതിരിക്കും. നമ്മൾ പുല്ല് വെട്ടുമ്പോഴോ കാട് വെട്ടുമ്പോഴോ കുറ്റിയിൽ തട്ടിയാലൊന്നും ഈ ബ്ലേഡ് മൂവ് ചെയ്യില്ല, ടൈറ്റായിട്ട് അവിടെ ഇരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ബ്ലേഡ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ സ്നാത്തിൻ്റെ 2 പീസ് യോജിപ്പിച്ചേക്കുന്ന കാണാം. അവിടെ ഒരു ഷെയ്ഡ് ഡിഫറൻസ് ഉണ്ട്, കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ മേടിച്ചത്. വികാൽപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിന്നാണ്, അവരുടെ വെബ് പേജിൽ നിന്ന് ഓർഡർ ചെയ്താണ് മേടിച്ചത്. അവരുടെ സ്റ്റിക്കറാണത്. മേടിച്ചപ്പോൾ കിട്ടിയതാണ്, പറിച്ച് കളഞ്ഞില്ല. ഓക്കെ, വികാൽപ്പ് അതാണ് അവരുടെ കമ്പനി പേര്. നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ഒരു കമ്പനിയാണ്. ഇതാണ് സ്നാത്ത്, വുഡൻ സ്നാത്ത്.
ഇനി മെറ്റൽസിനകത്ത് പരിചയപ്പെടാം. ഇതാണ് മെറ്റൽസിനകത്ത് വുഡിന് പകരം മെറ്റലിൽ ചെയ്തേക്കുന്നു. ഗ്രീൻ കളറുള്ളതിൻ്റെ ഹാൻഡിലാണ്. അതൊരു നട്ടും ബോൾട്ടും ഇട്ടിട്ട് സ്നാത്തിലേക്ക് ഫിക്സ് ചെയ്തേക്കുന്നു. അതുപോലെ 2 പീസായിട്ട് ഇതും വരുന്നത്. അതൊരു നട്ടും ബോൾട്ടും ഇട്ട് ഫിക്സ് ചെയ്യുന്നു. പിന്നെ താഴത്തേക്ക് വന്നാൽ അവിടെ ഒരു സ്നാത്ത് സേവർ പീസ് ഉണ്ട് അവിടെ. അത് മെറ്റലിൽ തന്നെ ചെയ്തേക്കണം. വേറെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല, മെറ്റലാണെന്ന് മാത്രം. ഷാർപ്പനിങ് കിറ്റ് പരിചയപ്പെടാം. ഇതിനകത്ത് 2 സ്റ്റോണും ഒരു സ്റ്റോൺ ഹോൾഡറാണ് വരുന്നത്. ആദ്യത്തേത് കുറച്ച് ആരം കൂടിയ സിന്തറ്റിക് മെറ്റീരിയൽ സ്റ്റോണാണ്. ഇതാണ് നമ്മൾ പീനിങ് ചെയ്തിട്ട് ആദ്യമായിട്ട് ഷാർപ്പൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് പെട്ടെന്ന് കുറച്ച് മെറ്റീരിയൽ തേഞ്ഞ് പോകും. എൻ്റെ അതൊന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അത് ബാഗിലോടെ ഇട്ടപ്പോൾ ഒന്ന് ഒടിഞ്ഞു പോയതാണ്. ഇതിൻ്റെ കൂടുതൽ കിട്ടുന്നതാണ് വൈറ്റ് സ്റ്റോൺ. നമ്മൾ സൈറ്റ് വെച്ച് വർക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷാർപ്പൻ ചെയ്യാനായിട്ട് വൈറ്റ് സ്റ്റോണാണ് ഉപയോഗിക്കുന്നത്. ഈ സ്റ്റോണ് നാച്ചുറൽ മെറ്റീരിയലാണ്. ഇത് നനച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഈ സ്റ്റോണും കുറച്ച് വെള്ളവും കൂടെ നമ്മൾ സൈറ്റ് വെച്ച് വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാണ് സ്റ്റോൺ ഹോൾഡർ. ഹോൾഡറിൽ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് വൈറ്റ് സ്റ്റോൺ ഇട്ടിട്ട് നമുക്ക് സൈറ്റ് ഉപയോഗിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇത് ഒന്നുകിൽ നമ്മുടെ ഡ്രസ്സിൽ കൊളുത്തിയിടാം, പാൻസിൻ്റെ ബെൽറ്റിൽ എവിടെയെങ്കിലും കൊളുത്തിയിടാം, അല്ലെങ്കിൽ ഇത് വെള്ളം മറിഞ്ഞു പോകാതെ എവിടെയെങ്കിലും സേഫായിട്ട് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് പീനിങ് കിറ്റ് പരിചയപ്പെടാം. പീനിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് അറിയാത്തവർ വികാൽപ്പിൻ്റെ യൂട്യൂബ് പേജ് ഉണ്ട്, അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ കിറ്റിനകത്ത് വരുന്നത് 2 ക്യാപ്പാണ്. സിംഗിൾ റിങ് ക്യാപ്പും 2 റിങ്ങുള്ളൊരു ക്യാപ്പും. ഇത് ഉപയോഗങ്ങൾ വ്യത്യാസമാണ്. നമുക്കത് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇതാണ് പീനിങ് ജിഗ്. നമ്മളൊരു മരത്തിൻ്റെ മുട്ടിയിലൊക്കെ വെച്ചിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ എൻ്റെ കൂടുതൽ കിട്ടുന്ന ചിറ്റിക, പീനിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിറ്റിക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ്, പീനിങ്ങിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ വികാൽപ്പിൻ്റെ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. അടുത്തത് എൻ്റെ കൂടുതൽ കിട്ടുന്ന ടൂൾ കിറ്റാണ്. ടൂൾ കിറ്റിൽ 4 പീസാണ് വരുന്നത്. ഒരു അലൻ കീ, 3 സ്പാനർ, നട്ടും ബോൾട്ടും ടൈറ്റ് ചെയ്യാനും ആ അലൻ കീ വെച്ചിട്ടുള്ള സ്ക്രൂസ് ടൈറ്റ് ചെയ്യാനുള്ള ഉപയോഗമാണ് ഇതുകൊണ്ടുള്ളത്. അടുത്ത് ബ്ലേഡ് പരിചയപ്പെടാം. ഇത് ബുഷ് ബ്ലേഡാണ്. ഈ ബുഷ് ബ്ലേഡിൻ്റെ ഒരു സൈഡ് നല്ല തിക്കായിട്ടുള്ളൊരു ചാനലുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഷാർപ്പ് എഡ്ജും ഉണ്ട്. തിക്കായിട്ടുള്ള എഡ്ജ് എന്ന് പറഞ്ഞാൽ അത് എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ബ്ലേഡ് വളയാതിരിക്കാനുള്ളൊരു ഓപ്ഷനാണ്. അതിൻ്റെ ആ ഹാൻഡിൽ വന്നിട്ടൊരു ആംഗിളിലാണ് ഇരിക്കുന്നത്, സ്ട്രെയിറ്റ് അല്ല, ഒരു ആംഗിളിലാണ് ഇരിക്കുന്നത്. അത് ആ ബ്ലേഡ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുമ്പോൾ നിലത്ത് ടച്ച് ചെയ്യാതിരിക്കാനുള്ള ഓപ്ഷനാണത്. എൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് അല്ല ഒരിക്കലും, അത് അകത്തേക്ക് അല്പം വളഞ്ഞാണ് ഇരിക്കുന്നത്. അടി സ്മൂത്തായിട്ടുള്ളൊരു പോർഷനാണ്. പിന്നെ ഇത് മെയ്ഡ് ഇൻ ടർക്കി എന്നാണ് എഴുതിയേക്കണേ. അതുപോലെ ഇതിൻ്റെ ഹാൻഡിലിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു നിബ്ബുണ്ട്. ആ നിബ്ബാണ് നമ്മൾ സ്നാച്ച് സേവറിലിട്ടിട്ട് നമ്മൾ ഡീറിങ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ എൻഡ് നോക്കിക്കഴിഞ്ഞാൽ അല്പം തിക്കുള്ള എൻഡാണ്. നമ്മൾ വെട്ടുമ്പോൾ കല്ലിലൊക്കെ മുട്ടി പൊട്ടാതിരിക്കാനുള്ളൊരു ഓപ്ഷനാണത്. നമുക്കൊരു ബ്ലേഡും കൂടെ പരിചയപ്പെടാം. ഇത് ആദ്യം സൈറ്റിൻ്റെ കൂടെ കിട്ടിയ ബ്ലേഡാണ്. കുറച്ച് നീളം കൂടുതലുണ്ട്, കനം കുറഞ്ഞ ബ്ലേഡാണ്, തിക്നെസ് കുറഞ്ഞ ബ്ലേഡാണ്. ഇത് പുല്ല് മാത്രമുള്ള സ്ഥലത്ത് അത് വെട്ടാനാണെങ്കിൽ നല്ല സ്പീഡിൽ വെട്ടാൻ പറ്റും. അതിൻ്റെ ഷേപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ബുഷ് ബ്ലേഡ് പോലെ തന്നെയാണ്. ബാക്ക് സൈഡൊക്കെ ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്. അതിൻ്റെ എഡ്ജിന് കനം കുറവുണ്ട്. കല്ലിൽ ഇടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വളയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് മെയ്ഡ് ഇൻ ഇറ്റലി എന്നാണ് അതിനകത്ത് എഴുതിയേക്കണേ. അതുപോലെ തന്നെ അതിൻ്റെ ഹാൻഡിലിൻ്റെ എഡ്ജിലൊരു നിബ്ബുണ്ട്, സ്നാത്തിൽ കണക്ട് ചെയ്ത് വയ്ക്കാനായിട്ട്. ഈ റൈസ് ഹാർവെസ്റ്റ് ചെയ്യാനോ അതുപോലെ പുല്ല് വെട്ടാനൊക്കെ ആണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണിത്. പുല്ല് മാത്രം വെട്ടാനായിട്ട്. കാട് വെട്ടാനായിട്ട് ഇത് അത്ര പോരാ. നമുക്കിനി 2 ബ്ലേഡും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ ഷേപ്പും സൈസും നോക്കി നോക്കാം. തിക്നെസ്സിൽ തന്നെ നല്ല വ്യത്യാസമുണ്ട്. ബുഷ് ബ്ലേഡിന് നല്ല തിക്കാണ്, കുറച്ച് വെയിറ്റും കൂടുതലുണ്ട്. മറ്റേതിന് വെയ്റ്റ്ലെസ് ആണ്. പിന്നെ അതിൻ്റെ ലെങ്ത്തും ആ ഒരു വളവൊക്കെ വ്യത്യാസമുണ്ട്. നമുക്ക് കുറച്ച് കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ പറ്റും പുല്ല് വെട്ടുന്ന ബ്ലേഡ് വെച്ചിട്ട്. മറ്റേതാകുമ്പോൾ കുറച്ച് ഏരിയ കുറവാണ്.
കല്ല് കുറ്റിയൊന്നും ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ നെല്ല് റൈസ് ഹാർവെസ്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ആദ്യത്തെ ബ്ലേഡ്, നീളം കൂടിയ ബ്ലേഡാണ് നല്ല ഓപ്ഷൻ. ഓക്കെ, രണ്ടും പൊട്ടുന്നുണ്ട് കുറേശ്ശെ. അത് നമ്മൾ പീനിങ്ങിൻ്റെ വ്യത്യാസമാണ്. അതൊന്ന് പീൻ ചെയ്ത് റെഡിയാക്കി കഴിയുമ്പോൾ ആ സാധനം മാറിക്കിട്ടും. ഒരു ഇൻഫർമേഷൻ കൊണ്ട് പറയാനുണ്ട്. ബ്ലേഡ്, പുതിയ ബ്ലേഡ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതൊട്ടും ഷാർപ്പായിരിക്കില്ല. ബ്ലേഡിൻ്റെ എഡ്ജിന് തിക്നെസ് കൂടുതലായിരിക്കും. അത് പീനിങ് പ്രോസസ്സിലൂടെ തിക്നെസ് കുറച്ച് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഡിസൈഡ് ഷാർപ്നെസ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയ ബ്ലേഡ് ചിലത് ഒരു പ്രാവശ്യം ചെയ്യേണ്ടി വരും, ചിലത് 2-3 പ്രാവശ്യം കണ്ടിന്യൂസ് പീൻ ചെയ്യേണ്ടി വരും, തിക്നെസ് കുറഞ്ഞ് ഷാർപ്പായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊരിക്കലും നമുക്ക് പുറത്ത് ഒരു ഇരുമ്പ് പണിക്കാരൻ്റെ അടുത്ത് കൊടുത്ത് ചെയ്തെടുക്കാൻ പറ്റില്ല. മറ്റായുധങ്ങൾക്ക് ചെയ്യുന്നത് പോലെ നമ്മൾ പീനിങ് ചെയ്ത് തന്നെ ഇതിൻ്റെ തിക്നെസ് കുറച്ച് കൊണ്ടുവരണം. അത് പീനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് വലിയ ബുദ്ധിമുട്ടുള്ള പ്രോസസ്സല്ല. അത് വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ അതൊന്ന് കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇനി ഇതിൻ്റെ വില പറയാം. നിങ്ങളിപ്പോൾ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഈ സൈത്ത് കിറ്റ്, ഇത് കോമ്പിനേഷൻ വികാൽപ്പിൻ്റെ വെബ് പേജിൽ അവൈലബിൾ അല്ല മേടിക്കാനായിട്ട്. അവരോട് സെപ്പറേറ്റ് ഇമെയിൽ അയച്ച് ചോദിച്ചതിൻ്റെ ബേസിസിൽ എനിക്ക് ബ്ലേഡ് കിട്ടിയത്, ബുഷ് ബ്ലേഡ്. അപ്പോൾ ബുഷ് ബ്ലേഡിൻ്റെ വില എന്ന് പറയുന്നത് 2200 പിന്നെ വുഡൻസിനകത്ത് അതിൻ്റെ വില 1650, ഷാർപ്പനിങ് കിറ്റ് 400, പീനിങ് കിറ്റ് 1300, ടൂൾ കിറ്റ് 100. അങ്ങനെയാണ് ഇതിൻ്റെ വില. അപ്പോൾ മൊത്തത്തിൽ വുഡൻസിനകത്ത് ബുഷ് ബ്ലേഡ് കോമ്പിനേഷൻ കിറ്റിന് 5650 രൂപ വരും. ഇതിൻ്റെ കൂടെ നമ്മൾ കൊറിയർ ചാർജ് കൊടുക്കണം. അത് ഏകദേശം 800 രൂപയോളം വരും. അപ്പോൾ എനിക്ക് കിറ്റായിട്ട് ഇത് മേടിച്ച അല്ല, ഞാൻ ഇത് സെപ്പറേറ്റ് ഇമെയിൽ അയച്ച് ചോദിച്ച് കോമ്പണൻസ് പറഞ്ഞ് മേടിച്ചതാണ്. അപ്പോൾ എനിക്ക് ആ ഇമെയിൽ മുഖേന കിട്ടിയ വിലയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നേരിട്ട് ഓർഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ വേറെ വിലയായിരിക്കും, അല്ലെങ്കിൽ അവരോട് ചോദിച്ചാൽ നിങ്ങൾക്കൊരു പക്ഷേ ഈ വിലയ്ക്ക് കിട്ടിയെന്നിരിക്കും. അപ്പോൾ അത് മേടിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മെറ്റൽസിനകത്തിലേക്ക് വന്നാൽ വ്യത്യാസം എന്ന് പറയുന്നത് 500 രൂപയുടെ വ്യത്യാസമാണ്. മെറ്റൽസിനകത്തിന് 1150 രൂപ, വുഡൻസിനകത്തിനേക്കാൾ ഒരു 500 രൂപ കുറവുണ്ട്. കൊറിയർ ചാർജ് ഒക്കെ ഏകദേശം സെയിമാണ്. അവസാനമായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടെ പറയാം. ഈ 2 സ്നാത്ത് ഉപയോഗിച്ചതിൽ നിന്ന്, അതായത് മെറ്റൽസിനകത്തും വുഡൻസിനകത്തും ഉപയോഗിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തത്, വുഡൻസിനകത്താണ് കുറച്ചുകൂടെ ഉപയോഗിക്കാൻ എളുപ്പം. ഒരു 500 രൂപ കൂടുതലുണ്ട് അതിന്. പക്ഷേ വുഡൻസിനകത്താണ് ഉപയോഗിക്കാൻ എളുപ്പം. ഞാൻ അതാണ് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. ബട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളത് നോക്കി മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്, അതിൽ ക്ഷമിക്കണം. കാര്യങ്ങൾ പറഞ്ഞു തീരാനായിട്ട് സമയമെടുത്തു. അപ്പോൾ ഇത് കണ്ടിട്ട് ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ചോളൂ, ഫോൺ നമ്പറിൽ വിളിച്ചോളൂ. ഓക്കെ.